എന്ന് പറഞ്ഞാൽ ശാർദൂലം. അപ്പം ശാർദൂലമായാലും ഭുജംഗമായാലും സ്വാമിയുടെ മുമ്പിൽ ചെന്നാൽ ശിഷ്യന്മാരെ പോയി ഒതുങ്ങി നിൽക്കും എന്ന് പറഞ്ഞാൽ ആരാണ് ആ സ്വാമി? അങ്ങനെയുള്ള സ്വാമികൾ അതുകൊണ്ട് തന്നെയാണ് സ്വാഭാവികമായിട്ടും നമുക്കിവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞു. നമ്മൾ എത്തിച്ചേർന്നല്ല, വന്ന് പെട്ടതാണ്, അല്ലെങ്കിൽ നമ്മളെ എത്തിച്ചതാണ്. നമ്മൾ ആദ്യമേ വാങ്ങിച്ചതിൻ്റെ അപ്പുറത്തുള്ള ഒരേ ഗ്രോരിസൻ്റാണ്. അത് വളർന്നിപ്പോൾ ഈ കാവുൾപ്പെടെയുള്ള പ്രദേശം വിദ്യാധിരാജപുരമായി മാറി എന്ന് പറയുന്ന ഒരു ചരിത്ര നിയോഗം തന്നെയാണ്. ഇവിടെ നടക്കുന്ന ഓരോ പ്രവർത്തനത്തിനും പിന്നിലും ഒരു അദൃശ്യ ശക്തിയുടെ സ്വാധീനമുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഇപ്പോൾ ഈ കാവായാലും ഇതിനകത്തെ സർപ്പ പ്രതിഷ്ഠകളായാലും ഇന്നിവിടെ നിത്യപൂജ ആരംഭിക്കുക എന്ന് പറയുമ്പോൾ നിസ്സാര കാര്യമല്ല. നിത്യപൂജ അതിൻ്റെ പൂജാരി തന്നെ പറഞ്ഞ് ഒരിക്കലും മുടക്കാൻ പാടില്ല. 365 ദിവസവും കൃത്യമായി നിത്യപൂജ നടക്കണം. അപ്പോൾ അത് നടക്കും എന്നുള്ള ഒരു തീരുമാനം നമ്മളാണ് എടുക്കേണ്ടത്. വിദ്യാധിരാജപുരത്തിൻ്റെ ചുമതലക്കാർ മാത്രം വിചാരിക്കാൻ കഴിയില്ല. നമുക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന മുഴുവൻ ആളുകളെയും ഇതിൻ്റെ ഭാഗമായി കൊണ്ടുവന്നിട്ട് ഈ നിത്യപൂജ കൃത്യമായി നടക്കുന്നു എന്ന് ഉറപ്പാക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. നമ്മൾ നായർ കുടുംബാംഗങ്ങളല്ല. നായർ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം 2 കാര്യം വളരെ പ്രധാനമാണ്. ആ കുടുംബത്തിൻ്റെ മുന്നിലുള്ള പശുത്തൊഴുത്ത്, അതോടൊപ്പം ആ കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ പ്രധാന കുടുംബത്തിൻ്റെയും ഭാഗമായിട്ടുള്ള കാവുകൾ. ഇന്നിവിടെ രണ്ടുമുണ്ട്. കാവുണ്ട്, നമുക്കില്ലാത്തത് ഗോമാതാവായിരുന്നു. നമ്മുടെ മുതിർന്ന അംഗം ശ്രീ ഉണ്ണിത്താൻ ചേട്ടൻ്റെ ആടിന്ന് ഉറങ്ങുകയാണ്. എങ്കിലും അദ്ദേഹത്തിൻ്റെ സംഭാവനയാണ് ഇവിടുത്തെ ഗോമാതാവ്. പശു ഇന്ന് വിദ്യാധിരാജപുരത്തിൻ്റെ സ്വന്തമായിട്ടുണ്ട്. അപ്പോൾ വലിയൊരു മാറ്റത്തിൻ്റെ തുടക്കം. ഒരു നായർ പാരമ്പര്യം ഈ ഭൂമിക്കുണ്ട്, ഈ പ്രദേശത്തിനുണ്ട്. അതോടൊപ്പം സ്വാമികളുടെ അനുഗ്രഹമുണ്ട്. ഒരു കാലത്ത് ഈ കേരളത്തിൻ്റെ എല്ലാ ചിന്താധാരയുടെയും തുടക്കത്തിൻ്റെ ഒരു സ്ഥലമായിരുന്നു വള്ളിയൂർ. ഒരു കാലത്ത് ചട്ടമ്പി സ്വാമികളൊക്കെ ഉള്ള സമയത്ത് 924 മുൻപ് ഇവിടെ ആത്മീയമായിട്ടുള്ള പ്രഭാവമായിരുന്നുവെങ്കിൽ 924 ശേഷം ആ കാലഘട്ടത്തിലാണ് തോപ്പിൽ ഭാസി, കാമ്പശ്ശേരി കരുണാകരൻ അടക്കമുള്ള ആളുകൾ, പുതുശ്ശേരി രാമചന്ദ്രൻ അടക്കമുള്ള ആളുകൾ ഈ പ്രദേശത്തിൻ്റെ സ്വന്തമാണ്. അവരുടെയൊക്കെ പുരോഗമന ആശയങ്ങൾ, ആ ആശയങ്ങളുടെ ഒരു പ്രഭവ കേന്ദ്രമാണ് വള്ളികുന്നം. അപ്പോൾ എല്ലാ തരത്തിലും ഏറെ പ്രാധാന്യമുള്ള ഒരു പ്രദേശമാണ് വള്ളികുന്നം. ആ വള്ളികുന്നത്ത് ഇപ്പം നായർ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകം എടുത്തു പറയാൻ നമ്മളെ മാത്രമേ ഉള്ളതുകൊണ്ട് അവർക്ക് സ്വന്തമെന്ന് പറഞ്ഞ് വന്ന് കയറാൻ കഴിയുന്ന ചങ്ങനാശ്ശേരി ഒരു കാലത്ത് നമ്മുടെ സ്വന്തമായിരുന്നെങ്കിൽ ഇന്നവിടെ കയറാൻ പറ്റത്തില്ല. ആർക്കും വന്ന് കയറാവുന്ന ഒരു ഭൂപ്രദേശമായി, ഒരു സ്വർഗീയ സ്ഥലമായി ഇതിനെ മാറി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വലിയ അനുഗ്രഹമുള്ളതുകൊണ്ടാണ്. നമ്മുടെ ജനറൽ സെക്രട്ടറി പറയും, ഈ ഗേറ്റ് കടന്നു വരുന്ന ആരുടെയും സ്വന്തമാണ്. അവിടെ ജാതി മത ഭേദമില്ല. മുസ്ലിങ്ങളായാലും ക്രിസ്ത്യാനികളായാലും ഹരിജനങ്ങൾ എന്ന് പറയുന്ന ആളുകളായാലും മറ്റു വിഭാഗങ്ങളിൽ പെടുന്ന ആളുകൾ ഇവിടെ സന്ദർശകരായി എത്തുന്നുണ്ട്. അവർക്കെല്ലാം തുല്യ പ്രാധാന്യത്തോടുകൂടിയുള്ള സ്വീകരണമാണ് ഇവിടെ ലഭിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവരായാലും ഇവിടെ വന്നു പോയി കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിലെ ഒരു സവിശേഷ അനുഭവമായിട്ട് അവർ മനസ്സിലത് കാത്തുവെക്കുന്നുണ്ട്. നമുക്കറിയാം, ഇവിടെ ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട് സ്ഥിരമായി കവിത എത്തിക്കുന്ന ഒരു വള്ളികുന്നം ശങ്കരൻ. അദ്ദേഹം ഒരിക്കലും നായർ സമുദായമല്ല, പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ കവിതകൾ അതൊരു സമാഹാരമാക്കി ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അദ്ദേഹം എല്ലാ പ്രാവശ്യവും വന്ന് 2-3 കവിതകൾ ചട്ടമ്പി സ്വാമികളെ പറ്റി എഴുതി ഇവിടെ സമർപ്പിക്കാറുണ്ട്. അപ്പം അങ്ങനെ എല്ലാം കൊണ്ടും വളരെ സവിശേഷതയുള്ള, അതോടൊപ്പം തന്നെ ഇപ്പോൾ ഒരു 2 ആഴ്ച മുമ്പ് ഇവിടുത്തെ പുരോഗമന ചിന്താഗതിക്കാരായിട്ടുള്ള എല്ലാ വിഭാഗത്തിലുമുള്ള ആളുകളുടെ കുട്ടികൾ ഇവിടെ വന്നിട്ടൊരു സാംസ്കാരിക സമ്മേളനം ഇവിടെ നടന്ന കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിനകത്ത് ക്രിസ്ത്യാനികളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, ഹിന്ദുക്കളുണ്ട്, എല്ലാ വിഭാഗത്തിലുമുള്ള ആളുകൾ. അവർക്കിവിടെ സുഭിക്ഷമായ ഭക്ഷണം കൊടുത്ത് ആ പരിപാടി വളരെ ഗംഭീരമായിട്ട് നടത്തി എടുക്കുന്നതിനുള്ള അവസരം നമ്മൾ ഒരുക്കി കൊടുത്തു. അപ്പോൾ കേരളത്തിൽ ഇന്ന് കാണാത്ത ഒരു സവിശേഷതയാണ് വള്ളികുന്നത്ത് അല്ലെങ്കിൽ വിദ്യാധിരാജപുരത്ത് നടക്കുന്നത്. എല്ലാ ആളുകളെയും ഉൾക്കൊള്ളുന്ന, എല്ലാ ആളുകൾക്കും സ്വന്തമാണെന്നുള്ള നിലയിൽ വന്ന് ചേരാവുന്ന ഒരു പ്രദേശം എന്നുള്ള നിലയിൽ വള്ളികുന്നം മാറുകയാണ്. ആ മാറ്റത്തിനകത്ത് ഒരു വലിയ തുടക്കമാണ് ഇന്നിവിടെ ഉണ്ടായിട്ടുള്ളത്. ചട്ടമ്പിക്കാവ് കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറുകയാണ്. നാഗാരാധനയ്ക്ക് ഇപ്പോൾ നമ്മൾ
പ്രധാനപ്പെട്ട കേരളത്തിലെ ചില നാഗാരാധനാ കേന്ദ്രങ്ങളുണ്ട്. ആ കേന്ദ്രങ്ങളെ പോലെ തന്നെ അതിൽ നിന്ന് ചില വ്യത്യസ്തമായ അനുഭവങ്ങൾ ഇവിടെ ഉണ്ട്. ചില വ്യത്യസ്തമായ ആചാര രീതികൾ, പൂജാവിധികൾ ഇവിടെ ആലോചിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ എല്ലാ രീതിയിലും വളരെ സവിശേഷതയുള്ള ഈ പ്രദേശത്ത് ഇന്ന് ഒരു വലിയ ആത്മീയ തുടക്കമാണ്. നായർ സമുദായത്തിൻ്റെ പാരമ്പര്യത്തിന് ഒപ്പം നിൽക്കുന്ന ഒരു വലിയ തുടക്കമാണ് ചട്ടമ്പിക്കാവ് എന്നുള്ളത് നമ്മുടെ നാവുകളിൽ കൂടി. ഒരു പക്ഷേ ഒരു കാലത്ത് ഇവിടെ ചട്ടമ്പി സ്വാമികൾ വന്നിരുന്ന കാലത്ത് ചട്ടമ്പിക്കാവെന്ന് പറഞ്ഞിരുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ആയിരിക്കാം ഇവിടെ ആ ചട്ടമ്പിക്കാവ് എന്നുള്ള പേര് പലരുടെയും മനസ്സിലൂടെ ഇവിടെ ഇന്ന് യാഥാർത്ഥ്യമായി മാറിയിട്ടുള്ളത്. നമ്മുടെയൊക്കെ നാവുകളിൽ കൂടി ഈ ചട്ടമ്പിക്കാവ് ലോക പ്രശസ്തമായി തീരട്ടെ. നാഗാരാധകരായിട്ടുള്ള ആളുകൾ അഭീഷ്ട സിദ്ധിക്കായി പൂജ നടത്താൻ ആഗ്രഹിക്കുന്നവർ വന്നു ചേരുന്ന ഒരു പ്രധാന നാഗാരാധനാ കേന്ദ്രമായി വിദ്യാധിരാജപുരം മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നമ്മുടെ എല്ലാം കൂട്ടായ്മയോടുകൂടി ഇത് യാഥാർത്ഥ്യമാക്കാൻ കഴിയും എന്നുള്ള വിശ്വാസത്തോടുകൂടി എൻ്റെ വാക്കുകൾ കേൾക്കുന്നു. ഓം ശ്രീ വിദ്യാധിരാജ.